നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ AMVA എക്സാമിനേഷനിൽ 19ാം റാങ്ക് നേടിയ വർഗീസ് സാറാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാനായി നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. വർഗീസ് സാറിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം വർഗീസ് സാർ. നമ്മുടെ കാഴ്ചക്കാര്, നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം വളരെയധികം ആകാംക്ഷയോടെയാണ് സാറിനെ കാത്തിരിക്കുന്നത്. കാരണം സാറിന്റെ ഒരു വലിയ നേട്ടത്തിലാണ് സാർ നിൽക്കുന്നത്. കാരണം ഈ ഒരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു യൂണിഫോം ഫോഴ്സ് ആണ് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിലേക്ക് താങ്കൾക്ക് 19ാം റാങ്കോടുകൂടി ജോലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ അനുഭവങ്ങളിലും പഠനത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾക്ക് അറിയാനുള്ളത് അങ്ങയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞങ്ങൾക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പറയുകയാണെങ്കിൽ വലിയ സന്തോഷം. എൻ്റെ പേര് വർഗീസ് ജോയ് എന്നാണ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്. എറണാകുളത്ത് പള്ളിക്കര എന്ന് പറയും, കിഴക്കമ്പലം അടുത്ത്. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ അടുത്ത് ഒരു BTC എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ്. +2 ഇവിടെ അടുത്ത് മോർക്കാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള്. അതിനുശേഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് SCMS കറുകുറ്റി കോളേജിൽ നിന്നായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ ഷിപ്പിംഗ് ഫീൽഡിലുണ്ടായിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് അവിടെ നിന്ന് വിട്ടുപോന്നു. പിന്നെ കുറച്ച് നാൾ ബാംഗ്ലൂർ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ ടൈമിലാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. വീട്ടില് ഇപ്പോ വൈഫുണ്ട്, അച്ഛൻ, അമ്മ, ചേച്ചി മാരീഡ് ആണ്. ഓക്കെ, ഇപ്പൊ സാറ് പറഞ്ഞത് സാറ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല പല മേഖലകളിൽ ജോലി ചെയ്തു എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, എങ്ങനെ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സർക്കാർ ജോലിയിലേക്ക് താങ്കൾ എത്തി? നമുക്ക് നാട്ടിലിപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ പുറത്തോട്ടൊക്കെ പോകണം. നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ഗവൺമെന്റ് എക്സാം നോക്കാനും ഇതിൽ എത്തിപ്പെടാനും സാഹചര്യം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം വളരെ ക്യൂരിയോസിറ്റിയോടെ ചോദിക്കുകയാണ്, താങ്കളുടെ ആദ്യത്തെ ഗവൺമെന്റ് ടെസ്റ്റ് ഇതായിരുന്നു? ഞാൻ കുറച്ച് 2-3 എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയ ഒരു എക്സാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത എക്സാം ആകെ ഒരു എക്സാമേ ഉള്ളൂ, ഇതേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എഴുതിയിട്ടില്ല. അതായത് ഏറ്റവും ഫോക്കസ് ചെയ്ത് എഴുതിയ ആദ്യത്തെ എക്സാം ആണ് ഇത്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് ഒരു യൂണിഫോം പോസ്റ്റിലേക്കാണ് താങ്കൾ എത്തിയത്. അപ്പം ഈ യൂണിഫോം ഫോഴ്സിലേക്ക് എത്തിയപ്പോൾ ഈ ഒരു പോസ്റ്റിനോട്, പ്രത്യേകിച്ചും യൂണിഫോം ഫോഴ്സിനോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? അതായത് ചിലർക്ക് യൂണിഫോം വളരെ വലിയ ആഗ്രഹമുള്ളൊരു മേഖലയാണ്. അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾ? അങ്ങനെ വാശിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ വന്നിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കാൻ നേരത്ത് നമുക്ക് ഒരു എന്താ പറയുക, പബ്ലിക്കിനോടുള്ള ഒരു കടപ്പാടുണ്ടല്ലോ, അത് നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാം. നമുക്ക് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ജോലി ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ആളുകളുടെ, നമ്മുടെ അടുത്ത് യൂണിഫോം ഇട്ട ആളുകളുടെ അടുത്ത് ഒരു റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. നമ്മളൊരു നല്ല ഫീലിംഗ് ആണ്. ഓക്കെ, ശരിയാണ്. അപ്പൊ ഞാൻ ഒരു വളരെ മറ്റൊരു കാര്യം ചോദിക്കാം. എല്ലാ ഉദ്യോഗാർത്ഥികളും, അതായത് യൂണിഫോം ഫോഴ്സസും ഗവൺമെന്റ് ജോലിയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അവിടെ പൊതുവേ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കളൊരു ചെറിയ സമയമാണ് പറഞ്ഞത്, അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നു, ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. അതിന്റെ ഒരു ചെറിയ സമയത്തിൽ താങ്കൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അതായത് തുടക്കത്തിൽ തുടങ്ങുന്ന പഠനം പക്ഷേ അവസാനം എക്സാം എത്തുന്ന വരെ അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റത്തില്ല. എങ്ങനെയാണ് താങ്കളുടെ പഠനം ഈ ഒരു എക്സാം വരെയും അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയത്, ആ ഒരു പഠനത്തിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി? ഞാൻ ഈ എക്സാം, ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ നമുക്ക് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണ്ടിയിരുന്നതിനാൽ ഞാൻ അങ്ങനെ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എടുത്തു കളയുന്ന ഒരു ന്യൂസ് കിട്ടിയിരുന്നു. പ്രിപ്പയർ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായില്ല. ബട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. എക്സാം ഏപ്രിൽ മെയ് ആ ഭാഗത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജാനുവരിയോടുകൂടിയാണ് ആക്ച്വലി എക്സാം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സ് ഇങ്ങനെ ഓൺലൈൻ കണ്ടു. അത് ഞാൻ എൻറോൾ ചെയ്തു. ഓൺലൈനായിട്ട് തന്നെ എൻറോൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, ഇഷ്ടമുള്ള സമയത്ത് വീഡിയോസ് കാണാം, ചില നോട്ട്സ് ഒക്കെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തത്. വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ ജോയിൻ ചെയ്ത. അങ്ങനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് ഈ ടൈം ഫ്രെയിമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കവർ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്ത് അത്യാവശ്യം നല്ലോണം റിവൈസും ചെയ്താലാണല്ലോ ഓർത്തിരിക്കും.
അപ്പോ ഈ അണസ്റ്റ് അക്കാഡമിയിലെ ക്ലാസ് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ക്ലാസ്സസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ഞാൻ ക്ലാസ്സസ് കേൾക്കും, ഓഡിയോ കേൾക്കും, അല്ലെങ്കിൽ അവരുടെ വീഡിയോ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തന്നുകൊണ്ടിരുന്ന നോട്ട്സും അടിപൊളി നോട്ട്സ് ഒക്കെ ആയിരുന്നു. അത് പ്രിപ്പയർ ചെയ്യും. പിന്നെ ഈ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഈ എക്സാംസ്, അവര് മോക്ക് എക്സാംസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് മോഡിൽ തന്നെ എടുത്തിട്ട് എപ്പോഴും എക്സാംസ് എടുക്കുക, പഠിക്കുക, എക്സാംസ് എടുക്കുക, എപ്പോഴും അതിനകത്ത് ടോപ്പ് ചെയ്യുക എന്നുള്ളൊരു മത്സരബുദ്ധിയോടുകൂടി അവസാനം വരെ നിന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു എന്താ പറയാ ആവേശം ചോർന്നു പോയതായിട്ട് തോന്നിയിട്ടില്ല. അവസാനം വരെ അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റി. അത്യാവശ്യം സിലബസ് എല്ലാം കവർ ചെയ്തു. അത് അത്യാവശ്യം അതുകൊണ്ട് സ്കോർ ചെയ്യാനും പറ്റി. ഓക്കെ, അത് വ്യക്തമാണ്. അപ്പം അതിന് സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയമാണ്. അപ്പൊ ഈ എന്തായാലും താങ്കൾ പഠിച്ചു തുടങ്ങി, അപ്പൊ താങ്കൾ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു AMI എക്സാമിനേഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ എന്തായാലും ഒരു വെല്ലുവിളി ഉണ്ടാവും. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? മെയിൻ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇവിടെ എടുത്തത്. അപ്പൊ നമ്മുടെ ഈ എക്സാമിന്റെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് 50% മെക്കാനിക്കലും 50% ഓട്ടോമൊബൈലും. അപ്പൊ ഓട്ടോമൊബൈൽ ഞാനൊരു വിഷയമായിട്ട് കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് അത്ര എന്താ പറയുന്നത് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഒന്നും ഇല്ല. ഓട്ടോമൊബൈൽ ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടൊന്നും അത്ര കാര്യങ്ങൾ അറിയില്ല. അപ്പോ പക്ഷെ ഈ ഏണസ്റ്റിന്റെ ടോപ്പിക്സ് സിലബസ് പഠിപ്പിച്ചിരുന്ന ഓട്ടോമൊബൈൽ ടോപ്പിക്സ് പഠിപ്പിച്ചിരുന്ന സാറുമാരെല്ലാം ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ എടുത്തതുകൊണ്ട് അതെനിക്ക് ഒരു പുതിയ നിലയിൽ, അതായത് ഈ മെക്കാനിക്കൽ ടോപ്പിക്സ് എല്ലാം അത്യാവശ്യം നമ്മൾ പഠിച്ച സമയത്തെ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് എടുക്കാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഓട്ടോമൊബൈൽ ടോപ്പിക്സ് എല്ലാം ഞാൻ പുതിയതായിട്ട് പഠിച്ചെടുത്തു. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആണ്. നമുക്ക് സിലബസ് എല്ലാം അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് സിലബസുകളാണ്. അതെല്ലാം ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ അത്യാവശ്യം അബ്സോർബ് ചെയ്തെടുത്ത് നോട്ട്സ് എല്ലാം കൃത്യമായി വായിച്ച് പഠിച്ച് കിട്ടിയതാണ്. പിന്നെ ഓട്ടോമൊബൈലിന്റെ ക്വസ്റ്റ്യൻസും അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു തന്നെ വേണം പറയാം. താങ്കൾ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞാൽ 19ാമത്തെ റാങ്കാണ്. ചെറിയൊരു റാങ്ക് അല്ല. കേരള PSC ഇത്രയധികം ഉദ്യോഗാർത്ഥികൾ മത്സരിച്ച ഒരു എക്സാമിനേഷൻ 19ാമത്തെ റാങ്ക് കിട്ടിയത് അത്ര ചെറിയ കാര്യമായിട്ട് ഒരാൾക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 19ാമത്തെ റാങ്കിലേക്ക് എത്തുന്നതിന് ഒരു ഒരു ടിപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ സാറ് എന്ത് ടിപ്സ് ആണ് ഈ വലിയ റാങ്കിലേക്ക് എത്താൻ വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്നത്? മാക്സിമം എഫേർട്ട് ഇട്ട് ഫോക്കസ് ഇട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് മെയിൻ ടിപ്പായിട്ട് പറയേണ്ടത്. അപ്പൊ ഞാൻ പഠിച്ച സമയത്ത് ആക്ച്വലി ഇരിക്കുന്ന സമയം, അതായത് നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സമയം ഫുൾ എഫേർട്ട് ഇട്ട്, അതായത് വേറെ ചിന്തകളൊന്നും എല്ലാം മാറ്റി വെച്ച് ഫുൾ കോൺസെൻട്രേഷനോടുകൂടി നമ്മൾ ഒരു 45 മിനിറ്റ്സ് പഠിക്കുക. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ എക്സാംസ് മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുക്കുക. അപ്പോൾ ഫുള്ള് റീഫ്രഷ് ആവും. മിസ്സായ ഭാഗങ്ങൾ ഒന്നോടെ പഠിക്കുക. പിന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് വീക്കിലി ആ പഠിച്ച കാര്യങ്ങൾ ഒന്നോടെ റിവൈസ് ചെയ്യുക. മെയിൻ ആയിട്ട് റിവിഷൻ തന്നെയാണ്. കാരണം നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമിന് കാണാൻ നേരത്ത് അതിനകത്തൊരു കൺഫ്യൂഷൻ പാടില്ല. പിന്നെ നമ്മൾ ഇതാണോ ആകെ 4 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് വേറെ കൺഫ്യൂഷൻ പാടില്ല. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. ഒരുപാട് വാസ്റ്റ് സിലബസ് ആണ്, എന്നാലും കുഴപ്പമില്ല, കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ടോപ്പിക്സ് എല്ലാം പഠിച്ചതിന് ശേഷം വീണ്ടും റിവൈസ് ചെയ്യാൻ സമയം കിട്ടും. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് വീണ്ടും പിന്നെ പഠിക്കുക. അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പഠന രീതിയിൽ ഇതാണ് താങ്കൾ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പഠന രീതിക്ക് മുകളിൽ വലിയൊരു വസ്തുതയുണ്ട്. നമ്മൾ ഈ ഒരു എക്സാം ഹാളില് പരീക്ഷ എന്ന് പറയുന്നൊരു എക്സാം മൊമെന്റില് നമ്മളെ തകർത്ത് കളയുന്ന പല സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു എക്സാമിന്, അതായത് ആ ഒരു 1.25 മണിക്കൂർ എങ്ങനെയാണ് സാർ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്? ആ ഒരു സമയത്ത് മാനേജ്മെന്റ് നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. എങ്ങനെയാണ് ആ ഒരു എക്സാം ഹാളിൽ സാർ ഈ എക്സാമിനെ ഫേസ് ചെയ്യുന്നത്? ഈ ഒരു ഡൗട്ട്, അതായത് എക്സാം എഴുതാൻ പോകുന്നിടത്ത് സമയം എന്തോരം തികയുന്ന ഉള്ള ഒരു ഡൗട്ടൊക്കെ നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഏണസ്റ്റിന്റെ കുറെ മോക്ക് ടെസ്റ്റുകൾ, അതായത് ഈ ഇത്ര ടൈമിൽ ഇത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന എക്സാംസ് ഞാൻ ടൈമർ വെച്ച് തന്നെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്കോർ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഒരുപാട് എക്സാംസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചുമ്മാ ആലോചിച്ചിരുന്ന സമയം കളയാണ്ട് സ്കിപ്പ് ചെയ്യാൻ ചെയ്തേ പറ്റൂ. എങ്കിലാണ് നമുക്ക് ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സാം അത്ര
ടൈം അത്ര പ്രശ്നമാവില്ല. നമ്മൾ അത്യാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ പരീക്ഷയുടെ അന്ന് തലേ ദിവസം അത്യാവശ്യം ഉറങ്ങിയിട്ട് ഫ്രഷ് മൈൻഡോടുകൂടി പോവുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആകെ ബ്ലാങ്ക് ആവാനുള്ള ചാൻസ് ഇല്ല. പ്രാർത്ഥിച്ചിട്ട് പോവുക. എനിക്കാണ് ഇഷ്ടമുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് ഇനിയും എക്സാമുകൾ വരുന്നുണ്ട്. AMAയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. മാത്രമല്ല മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് ടെക്നിക്കൽ എക്സാമുകളൊക്കെ കേരള PSC സെൻട്രൽ ഗവൺമെന്റിലൊക്കെ വരാൻ പോവുകയാണ്. അപ്പം ഒരു റാങ്ക് ജേതാവ് എന്ന നിലയിൽ ഈ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട്, ഉദ്യോഗാർത്ഥികളോടായിട്ട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താണ്? സജഷൻ നമുക്ക്, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ് ആക്ച്വലി. അപ്പോ ആർക്കും ഒരു റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റാങ്ക്, ഇപ്പൊ 19 നല്ല 1ാം റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ എല്ലാവരും ഇപ്പോ സമയം, അതായത് ഇപ്പൊ എക്സാം അടുത്തു, ഇനി അത് പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് മാറാതെ ഫുൾ എഫേർട്ട് ഇട്ട് ആ കിട്ടുന്ന ടൈം ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും കോഴ്സുകളൊക്കെ എടുത്ത് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് അത് നന്നോണം റിവൈസ് ചെയ്ത് ഫുൾ കോൺഫിഡൻസോട് പോയി എഴുതുക. റാങ്ക് എന്തായാലും കുറേ വന്നോളും. ഇന്നൊരു സ്കോർ വേണം എന്നുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ തന്നെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. AMBA എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോസ്റ്റ്, അതായത് എല്ലാവരും പറയണമെന്നില്ല, എല്ലാവരും അതിലൂടെ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പൊ സാറിന്റെ ഒരു കാഴ്ചപ്പാട്, സാറിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഒരു ഉദ്യോഗസ്ഥ നിലയിൽ നിന്നുകൊണ്ട് ഈ ഒരു യോഗ്യതയുള്ളവര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരോടും ഈ മെക്കാനിക്കൽ മേഖലയുള്ളവരോടും ഈ മേഖലയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട് എന്ന രീതിയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? നല്ലൊരു ജോലിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പൊ ഡിപ്ലോമയ്ക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ബിടെക്കും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്തുകൊണ്ട് നല്ലൊരു ജോലി തന്നെയാണ്. അത്യാവശ്യം സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലിയാണ്. നമുക്ക് ഒരു സർവീസ് എന്ന രീതിയിൽ നമ്മുടെ പബ്ലിക്കിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ നല്ല ജോലി, സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോലിയാണ്. എന്തുകൊണ്ടും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇച്ഛാശക്തിയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അവരുടെ ലക്ഷ്യം നേടിയെടുക്കാം എന്നതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നമ്മളിവിടെ കാണുന്ന വർഗീസ് സാർ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് പിന്നാലെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒപ്പം ദൃഢനിശ്ചയം കൂടി കൈമുതലായി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം സാധ്യമാക്കാവുന്നതാണ്. ഇദ്ദേഹം നിങ്ങൾക്ക് മാതൃകയായി മാറും. അതുപോലെ നിങ്ങളും സമൂഹത്തിന് മാതൃകയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം. ഗുഡ് ബൈ.